കാന്തല്ലൂരിന്റെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി ഇനി ആപ്പിൾ കാലം. പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകും. സമൃദ്ധമായി വിളഞ്ഞുകിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ KSEB എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി. നിലയുറപ്പിച്ചിരിക്കുന്ന ആപ്പിൾ മരങ്ങൾ. കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയമായ കാഴ്ചയാണ് ആപ്പിൾ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത്. ആപ്പിൾ കൃഷി വ്യാപകമാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് KSEBയിലെ മുൻ എഞ്ചിനീയറായിരുന്ന കുരുവിള. 1995 ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ ഇദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു. 2002 കാന്തല്ലൂരിലെത്തി. അന്ന് നാമമാത്രമായി ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നത്. കാന്തല്ലൂരിലെ മഞ്ഞിന്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിക്കുകയായിരുന്നു. ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചാണ് തുടക്കം. സമൃദ്ധമായി വിളവ് തരുന്ന 400-ലധികം ആപ്പിൾ മരങ്ങളാണ് നിലവിൽ കുരുവിളയുടെ കൃഷിയിടത്തിലുള്ളത്. 4 മുതൽ 18 വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു. HRMN 99, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ഗോൾഡൻ ഡോർസെറ്റ്, ട്രോപ്പിക്കൽ റെഡ് ഡിലീഷ്യസ്, ഇസ്രായേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളുകളുമുണ്ട്. ട്രോപ്പിക്കലും അധികം മഞ്ഞ് വേണ്ടാത്ത HRMN-ഉമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ഞാൻ 1995 റിട്ടയർ ചെയ്തപ്പോഴേ പിന്നെ അന്ന് എനർജറ്റിക്കായി ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ബിസിനസ്, മക്കൾക്ക് ബിസിനസ് ഉണ്ട്, അതിനകത്ത് എനിക്ക് താല്പര്യമില്ല. കാരണം ടെൻഷൻ എടുക്കാനായിട്ട് താല്പര്യമില്ല. വൈഫും ഗവൺമെൻറ് സർവീസിലായിരുന്നു. അപ്പോൾ റിട്ടയർ ലൈഫിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് അങ്ങനെ കുറച്ച് തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ചാണ് കാന്തല്ലൂർ വന്നത്. കാന്തല്ലൂർ വന്ന് പ്രോപ്പർട്ടി 2002 മേടിച്ചു. 2002 മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്ത് കൃഷി ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരാലോചന വന്നു. അപ്പോഴാണ് ഈ കാട് വെട്ടാനൊക്കെ വന്ന ഒരു ജോലിക്കാരൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ആപ്പിൾ മരമുണ്ട്, ഒരു വീട്ടിൽ ആപ്പിൾ മരമുണ്ട്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണാൻ പോയിരുന്നു. കാണാൻ പോയപ്പോൾ ആപ്പിൾ ഉണ്ടായി കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ട് എനിക്ക് കുറച്ച് ആപ്പിൾ വെച്ചുകൂടാ? ഇവിടെ കാന്തല്ലൂർ ആപ്പിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെയും ആപ്പിൾ വയ്ക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ആപ്പിൾ കൃഷിയിലേക്ക് തിരിയാൻ കാരണം. ഇവിടെ ആപ്പിൾ മാത്രമല്ല, വേറെ ശീതകാല തണുപ്പുള്ളിടത്ത് ഉണ്ടാകുന്ന മരങ്ങളും പഴങ്ങളൊക്കെ വേറെ ഉണ്ട്. പക്ഷേ ആപ്പിൾ മെയിനായിട്ട് വയ്ക്കാൻ കാരണം ഈ കാന്തല്ലൂർ ഒരു മരം ഉണ്ടായിക്കിടക്കുന്ന കണ്ടിട്ടാണ്. അങ്ങനെ ആപ്പിൾ തൈ ഞാൻ കൊടൈക്കനാലിൽ പോയി കുറച്ച് തൈകൾ കൊണ്ടുവന്നു. അത് ഗ്രാഫ്റ്റഡ് തൈകളായിരുന്നു. അപ്പോൾ അവിടുത്തെ കൃഷി ഓഫീസേഴ്സിനോട് ചോദിച്ചിരുന്നു. നമ്മുടെ ഈ കാന്തല്ലൂരത്തെ വെതറും കണ്ടീഷനൊക്കെ പറഞ്ഞപ്പോൾ അവർ പ്രോത്സാഹിപ്പിച്ചു. ഇവിടെ ആപ്പിൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വെച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്ന് തൈ കൊണ്ടുവന്ന് 2003 തൈ വയ്ക്കുന്നത്. അന്ന് വെച്ചത് അവിടെ അവൈലബിൾ ആയിരുന്നത് ട്രോപ്പിക്കൽ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു. അതിന് ട്രോപ്പിക്കൽ ഏരിയയിലുണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതും ആ വെറൈറ്റി സെലക്ട് ചെയ്തത്. അന്ന് കൊണ്ടുവന്ന തൈകളിൽ ഒരു 50 മരം ഒരുമാതിരി പിടിച്ച് കിട്ടി. അതിൽ കുറേ മരങ്ങളൊക്കെ പോയി. ഇപ്പോൾ ഏകദേശം ഒരു 10-40 മരം
ത്തോളം പഴയ മരങ്ങളുണ്ട് ട്രോപ്പിക്കൽ ബ്യൂട്ടി. അപ്പോൾ ഇതിൻ്റെ ആയുസ് അന്വേഷിച്ചപ്പോൾ 25 കൊല്ലം 20 കൊല്ലം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഇനി പുതിയതായിട്ട് പുതിയ വെറൈറ്റി ഏതാ ഉള്ളതെന്നുള്ളത് അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് HRMN 99 എന്ന് പറഞ്ഞൊരു വെറൈറ്റി നോർത്ത് ഇന്ത്യയിൽ ഹിമാചലിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് സ്നോഫോളൊന്നും വേണ്ട, ലോ ചില്ലിങ് ഏരിയയിൽ വളരുന്ന വെറൈറ്റിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് അവിടുന്ന് കുറേ തൈകൾ കൊണ്ടുവന്നു. അത് ആണ് ഇപ്പം ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഈ മരം. HRMN 99 എന്ന് പറയും. ഹരിമാൻ ശർമ്മ അങ്ങേരാണ് അത് ഡെവലപ്പ് ചെയ്ത്. അങ്ങേർക്ക് പ്രസിഡൻറ്റിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആപ്പിളിനൊപ്പം പ്ലംസും അവക്കാഡോയും സ്ട്രോബെറിയുമൊക്കെ ഇവിടെ പരിപാലിക്കുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത്. കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണുന്നതിനായി പ്രധാനമായും എത്തുന്നതും കുരുവിളയുടെ കൃഷിയിടത്തിലേക്കാണ്. നിലവിൽ പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിളവെടുപ്പിന് അനുയോജ്യമാകും. മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. ഇടുക്കിയിലെ ന്യൂസ് 3. ഇടുക്കി കാന്തല്ലൂരിന്റെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി ഇനി ആപ്പിൾ കാലം. പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ 1 മാസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകും. സമൃദ്ധമായി വിളഞ്ഞുകിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ KSEB എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അംഗീകൃത വിതരണക്കാർ കൊല്ലംകുടി ആഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, കട്ടപ്പന, അണക്കര, അൻരാജാക്കാട്. കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയമായ കാഴ്ചയാണ് ആപ്പിൾ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത്. വ്യാപകമാക്കുന്നതിന്
മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് KSEBിയിലെ മുൻ എഞ്ചിനീയറായിരുന്ന കുരുവിള. 1995 ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ ഇദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു. 2002 കാന്തല്ലൂരിലെത്തി. അന്ന് നാമമാത്രമായി ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നത്. കാന്തല്ലൂരിലെ മഞ്ഞിന്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിക്കുകയായിരുന്നു. ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചാണ് തുടക്കം. സമൃദ്ധമായി വിളവ് തരുന്ന 400-ലധികം ആപ്പിൾ മരങ്ങളാണ് നിലവിൽ കുരുവിളയുടെ കൃഷിയിടത്തിലുള്ളത്. 4 മുതൽ 18 വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു. HRMN 99, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ഗോൾഡൻ ഡോർസെറ്റ്, ട്രോപ്പിക്കൽ റെഡ് ഡിലീഷ്യസ്, ഇസ്രായേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളുകളുമുണ്ട്. ട്രോപ്പിക്കലും അധികം മഞ്ഞ് വേണ്ടാത്ത HRMN-ഉമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ഞാൻ 1995 റിട്ടയർ ചെയ്തപ്പോഴേ പിന്നെ അന്ന് എനർജറ്റിക് ആയതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ബിസിനസ്, മക്കൾക്ക് ബിസിനസ് ഉണ്ട്, അതിനകത്ത് എനിക്ക് താല്പര്യമില്ല. കാരണം ടെൻഷൻ എടുക്കാനായിട്ട് താല്പര്യമില്ല. വൈഫും ഗവൺമെൻറ് സർവീസിലായിരുന്നു. അപ്പോൾ റിട്ടയർ ലൈഫിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് അങ്ങനെ കുറച്ച് തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ചാണ് കാന്തല്ലൂർ വന്നത്. കാന്തല്ലൂർ വന്ന് പ്രോപ്പർട്ടി 2002 മേടിച്ചു. 2002 മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എന്ത് കൃഷി ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരാലോചന വന്നു. അപ്പോഴാണ് ഈ കാട് വെട്ടാനൊക്കെ വന്ന ഒരു ജോലിക്കാരൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ആപ്പിൾ മരമുണ്ട്, ഒരു വീട്ടിൽ ആപ്പിൾ മരമുണ്ട്, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണാൻ പോയിരുന്നു. കാണാൻ പോയപ്പോൾ ആപ്പിൾ ഉണ്ടായി കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ട് എനിക്ക് കുറച്ച് ആപ്പിൾ വെച്ചുകൂടാ? ഇവിടെ കാന്തല്ലൂർ ആപ്പിൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെയും ആപ്പിൾ വയ്ക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ആപ്പിൾ കൃഷിയിലേക്ക് തിരിയാൻ കാരണം. ഇവിടെ ആപ്പിൾ മാത്രമല്ല, വേറെ ശീതകാല തണുപ്പുള്ളിടത്ത് ഉണ്ടാകുന്ന മരങ്ങളും പഴങ്ങളൊക്കെ വേറെ ഉണ്ട്. പക്ഷേ ആപ്പിൾ മെയിനായിട്ട് വയ്ക്കാൻ കാരണം ഈ കാന്തല്ലൂർ ഒരു മരം ഉണ്ടായിക്കിടക്കുന്ന കണ്ടിട്ടാണ്. അങ്ങനെ ആപ്പിൾ തൈ ഞാൻ കൊടൈക്കനാലിൽ പോയി കുറച്ച് തൈകൾ കൊണ്ടുവന്നു. അത് ഗ്രാഫ്റ്റഡ് തൈകളായിരുന്നു. അപ്പോൾ അവിടുത്തെ കൃഷി ഓഫീസേഴ്സിനോട് ചോദിച്ചിരുന്നു, നമ്മുടെ ഈ കാന്തല്ലൂരത്തെ വെതറും കണ്ടീഷനൊക്കെ പറഞ്ഞപ്പോൾ അവർ പ്രോത്സാഹിപ്പിച്ചു. ഇവിടെ ആപ്പിൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വെച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവിടുന്ന് തൈ കൊണ്ടുവന്ന് 2003 തൈ വയ്ക്കുന്നത്. അന്ന് വെച്ചത് അവിടെ അവൈലബിളായിരുന്നത് ട്രോപ്പിക്കൽ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു. അതിന് ട്രോപ്പിക്കൽ ഏരിയയിലുണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതും ആ വെറൈറ്റി സെലക്ട് ചെയ്തതും. അന്ന് കൊണ്ടുവന്ന തൈകളിൽ ഒരു 50 മരം ഒരുമാതിരി പിടിച്ച് കിട്ടി. അതിൽ കുറേ മരങ്ങളൊക്കെ പോയി. ഇപ്പോൾ ഏകദേശം ഒരു 10-40 മരത്തോളം പഴയ മരങ്ങളുണ്ട് ട്രോപ്പിക്കൽ ബ്യൂട്ടി. അപ്പോൾ ഇതിൻ്റെ ആയുസ് അന്വേഷിച്ചപ്പോൾ 25 കൊല്ലം 20 കൊല്ലം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഇനി പുതിയതായിട്ട് പുതിയ വെറൈറ്റി ഏതാ ഉള്ളതെന്നുള്ളത് അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് HRMN 99 എന്ന് പറഞ്ഞൊരു വെറൈറ്റി നോർത്ത് ഇന്ത്യയിൽ ഹിമാചലിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് സ്നോഫോളൊന്നും വേണ്ട, ലോ ചില്ലിങ് ഏരിയയിൽ വളരുന്ന വെറൈറ്റിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് അവിടുന്ന് കുറേ തൈകൾ കൊണ്ടുവന്നു. അത് ആണ് ഇപ്പം ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഈ മരം. HRMN 99 എന്ന് പറയും. ഹരിമാൻ ശർമ്മ അങ്ങേരാണ് അത് ഡെവലപ്പ് ചെയ്ത്. അങ്ങേർക്ക് പ്രസിഡൻറ്റിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആപ്പിളിനൊപ്പം പ്ലംസും അവക്കാഡോയും സ്ട്രോബെറിയും ഒക്കെ ഇവിടെ പരിപാലിക്കുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത്. കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണുന്നതിനായി പ്രധാനമായും എത്തുന്നതും
കുരുവിളയുടെ കൃഷിയിടത്തിലേക്കാണ്. നിലവിൽ പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിളവെടുപ്പിന് അനുയോജ്യമാകും. മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. ഇടുക്കിയിലെ ന്യൂസ് 3. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എന്റെ ശ്യാമളെ നീ അതേ പിടിച്ചൊന്ന് ആഞ്ഞു വലിച്ചേടി. മനുഷ്യ എന്റെ വായിന്നെല്ലാം കേക്കും. നീ ഒന്ന് പിടങ്ങാതെ വലിക്കെന്റെ ശ്യാമളെ. എന്നാ തങ്കച്ച പമ്പ് വീണ്ടും പണി മുടക്കിയോ? ഇതിപ്പോ പമ്പിന്റെ കേടാണോ പൈപ്പ് പൊട്ടിയതാണോ എന്ന് ദൈവത്തിന് അറിയാം. ഞാൻ അന്നേ പറഞ്ഞല്ലേ കൊല്ലംകുടി കടന്ന് പമ്പ് വാങ്ങിയാൽ മതിയെന്ന്. ഏത് സർവീസിനും അവർ കൂടെ ഉണ്ടാവും. അത് കൊള്ളാലോ. ടെക്സ്മോ ഇൻഡസ്ട്രീസിന്റെ ടാറോ പമ്പുകൾ, പണിമുടക്കില്ലാത്ത പമ്പിംഗ്, വാറന്റിയോടൊപ്പം മികവുറ്റ സർവീസ് പരിരക്ഷയും. അംഗീകൃത വിതരണക്കാർ കൊല്ലംകുടി ആഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, കട്ടപ്പന, അണക്കര, ആൻഡ്രാജാക്കാട്. ടെക്സ്മോയുടെ ടാറോ പമ്പിന് 1 അല്ല 2 വർഷമാ വാറണ്ടി. അവിടെ പോകുന്ന സാറേ.
നമുക്ക് തോട്ടം കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു 50 സെൻറ്റ് സ്ഥലം പ്രത്യേകം വേലി കെട്ടിയിട്ട് അതിനകത്ത് മാത്രമേ കയറ്റുന്നുള്ളൂ. അപ്പോൾ അത് വന്ന് കണ്ടു പോകുമ്പോൾ അവർക്ക് ഈ ഇവിടെ തന്നെ മരത്തിൽ ആപ്പിളുണ്ടായി കാണുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, അവർ സാറ്റിസ്ഫൈഡാണ്. അവർക്കിടെ സന്തോഷം കാണുമ്പോൾ എനിക്കും മാനസികമായിട്ട് ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ ജോലി ചെയ്തിട്ട് അതിനൊരു ഫലം കിട്ടി ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുമുണ്ട്. കാരണം ഞാൻ ആപ്പിൾ കാണാനായിട്ട് കാശ്മീരിൽ ഒരു പോകേണ്ടതായിട്ട് വന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആപ്പിൾ കാണാനായിട്ട് കാശ്മീരിൽ പോവുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും സന്തോഷവാനാണ്. ഇത് ആകുമ്പോൾ ടൈം പാസ്സാണ്. നേരം വെളുത്ത് നമ്മൾ തോട്ടത്തിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അതിൻ്റെ വളർച്ചയും പൂവുണ്ടായിരിക്കുന്നതും പഴമുണ്ടായിരിക്കുന്നതും കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വലിയൊരു സന്തോഷവും കുളിർമയാണ്. ഇത് തന്നെയാണ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ.